ഒരുപാട് നന്ദിയുണ്ട് കിരൺ. ഇവൾക്ക് ഈ നേരത്ത് ഇറങ്ങി നടക്കാനൊന്നും പേടിയില്ലെന്ന് പറയും. എന്നാലും കൂടെ കൊണ്ട് വിടാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഹരി സീതയെ നോക്കി കണ്ണു കൂർപ്പിച്ചു. കണ്ണൻ അവൻ്റെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. നീ ഇനിയൊന്നും മിണ്ടാതിരിക്കെ ഹരി. സീത അവൻ്റെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. ഓ, അല്ലേലും എൻ്റെ മെക്കെട്ട് കയറാനും എന്നെ വേദനിപ്പിക്കാനും നിനക്ക് നല്ല മിടുക്കാണ്. ആ സാമർത്ഥ്യം സ്വന്തം കാര്യത്തിലും കാണിച്ചൂടെ? അത് പറയുമ്പോൾ അവൾക്ക് ഏതാണ്ട് ഭദ്രകാളിയുടെ സ്വഭാവമാണ്. സീതാലക്ഷ്മി എന്ന പേരും ഭദ്രകാളിയുടെ സ്വഭാവവും നല്ല കോമ്പിനേഷൻ. ഹരി മനഃപൂർവ്വം സീതയെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കണ്ണന് ചിരി വന്നു അവിടെ അപ്പോഴത്തെ ഭാവം കണ്ടപ്പോൾ. സീത ഹരിയെ പരമാവധി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അവനതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹരിപ്രസാദ് എന്ത് ചെയ്യുന്നു? കണ്ണൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് വീണ്ടും ഹരി അവനെ ഓർത്തത്. അഗ്രികൾച്ചർ ഓഫീസറാണ്. ഹരി കണ്ണനെ നോക്കി പറഞ്ഞു. ഇവിടെ തന്നെയാണോ? അല്ല, 2 ദിവസത്തെ ലീവിന് വന്നതാണ്. നാളെ രാവിലെ തിരികെ പോകും. അതിനു മുൻപ് ഇവളോട് യാത്ര പറയാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവൾ എത്തിയിട്ടില്ലെന്നറിഞ്ഞത്. വീണ്ടും ഹരിയുടെ കണ്ണുകൾ സീതയുടെ നേരെ പാഞ്ഞു. അവൾ നേർത്തൊരു ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്നുണ്ട്. അടുത്താണോ ഹരിയുടെ വീട്? കണ്ണൻ്റെ മനസ്സിലേക്ക് എന്തിനെന്നറിയാതെ അസ്വസ്ഥതയുടെ കരിവണ്ണുകൾ ഇരച്ചെത്തിയിരുന്നു അന്നേരം കൊണ്ട് തന്നെ. എങ്കിലും ആ ഭാവം മുഖത്ത് വരാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഏയ് അല്ല, കുറച്ച് ദൂരെയാണ്. ഇവളെ കാണാതെ പോവാനാവില്ല. കാലത്ത് 5-ന് മുന്നേ പോകും. അതാണ് വൈകുന്നേരം തന്നെ കണ്ടിട്ട് പോവാനിറങ്ങിയത്. ഹരിയുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോഴും കണ്ണൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് സീതയുടെ നേരെ തെന്നിമാറുന്നുണ്ട്. അതുവരെയും അവനെ പൊതിഞ്ഞു നിന്നിരുന്ന സുഖമുള്ള ഭാവം പെട്ടെന്നാരോ വലിച്ചു കീറിയതുപോലെ. കണ്ണൻ എന്നോട് ചോദിച്ചില്ലേ കുറച്ചു മുന്നേ എന്നെ അറിയാൻ? എന്നെ ഞാൻ പറയാതെ തന്നെ അറിയാൻ ആരെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന്. അതിനുത്തരമായി ഒരു പരിധി വരെയും എനിക്ക് ഹരിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഇവന് ഞാൻ പറയാതെ പലപ്പോഴും എന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലേടാ? സീത കുറച്ചുകൂടി ഹരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു. ഹരി അവളുടെ തോളിൽ ചേർത്ത് പിടിച്ച് അതിയെന്ന് തലയാട്ടി. പക്ഷേ ഇവൾക്കൊടുക്കത്തെ ജാടയാണ് കിരൺ. അത്ര പെട്ടെന്നൊന്നും ആർക്കും പിടിതരില്ല. ഞാൻ തന്നെ ഈ മനസ്സിനകത്തേക്ക് പലപ്പോഴും ഇടിച്ചു കയറിക്കൂടലാണ്, ഹരി കുസൃതിയോടെ പറഞ്ഞു. കണ്ണൻ ചെറിയൊരു ചിരിയോടെ അവരെ നോക്കി നിന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കിരൺ. ഇനിയും നിന്ന ഇവളുടെ വീട്ടിലുള്ളവർ പേടിക്കും. പോട്ടെ. ഹരി യാത്ര പറയും പോലെ വീണ്ടും കണ്ണന് നേരെ കൈനീട്ടി. കണ്ണനും അവന് കൈ കൊടുത്തു. പോട്ടെ. സീതയും കണ്ണനെ നോക്കി ചിരിച്ചു. അവൻ തലയാട്ടി. മുത്തശ്ശിയൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അവിടെ ആരും ഇന്ന് ആ വഴി പോവില്ല, അറിയാലോ? സീത ആകുലതയോടെ പറഞ്ഞത് കേട്ടിട്ട് കണ്ണൻ ചിരിച്ചു. അതോർത്ത് ടെൻഷനാവേണ്ടടോ, ഞാൻ നോക്കിക്കോളാം. അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവരുടെ മനസ്സിന് ആശ്വാസമായിരുന്നു. മഴ കൂടി വരുന്നുണ്ട്. പെട്ടെന്ന് പോയാൽ നനയും മുന്നേ വീട്ടിലെത്താം. വീണ്ടും കണ്ണനെ നോക്കി സീത പറഞ്ഞു. അല്പം മുന്നേ പിണങ്ങി പിരിഞ്ഞു പോയ ആ സുഖമുള്ള തണുപ്പ് വീണ്ടും കണ്ണനെ പൊതിഞ്ഞു. പോട്ടെ. ഒരിക്കൽ കൂടി യാത്ര ചോദിച്ചിട്ട് ഹരിക്കൊപ്പം അവൾ തിരിഞ്ഞു നടന്നതിന് ശേഷമാണ് കണ്ണൻ തിരികെ നടന്നത്. എന്ത് ഭ്രാന്താണ് നിങ്ങൾ പറയുന്നത്? രാജി ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അന്നങ്ങനെ സംഭവിച്ചു പോയി. ഞങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല പിന്നീട് നടന്നത്. അവനൊപ്പം അവളെയും അടിച്ചിറക്കാമെന്ന് കരുതി നിന്ന് ഞങ്ങളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റി അവൻ അവളെ ഒരു മാലയിട്ടങ്ങ് സ്വീകരിച്ചു. സാവിത്രിക്ക് അത് പറയുമ്പോൾ പോലും ദേഷ്യമടക്കാനാവുന്നില്ല. അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തുവല്ലേ? കണ്ണ് നിറച്ചു നിൽക്കുന്ന ആര്യയെ നോക്കിയാണ് രാജി അത് ചോദിച്ചത്. നീ എന്തറിഞ്ഞിട്ടാ രാജി ഈ പറയുന്നത്? നമ്മൾ വിചാരിച്ചു വെച്ചത് പോലെയൊന്നുമല്ല ഈ കിരൺ. അവനെന്തോ ഗൂഢലക്ഷ്യമുണ്ട്. നാളിതുവരെ അമ്മയുടെ അവകാശത്തെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാത്തവൻ പ്രതാപേട്ടനോട് നേർക്കുനേർ നിന്നിട്ടാണ് അതവൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. ഭാമ രാജിയെ നോക്കി പറഞ്ഞു. കണ്ണൻ മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ ദേഷ്യം അവരുടെ മനസ്സിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. പെട്ടെന്ന് ഒരു രാത്രി ഒപ്പം പിടിക്കപ്പെട്ടവളോട് അവന് ദിവ്യപ്രേമം എങ്ങനെ വന്നു? മാലയിട്ട് സ്വീകരിക്കാൻ മാത്രം. ആര്യ ദേഷ്യവും സങ്കടവും അമർത്തിവെക്കാനാവാതെ ഭാമയെ നോക്കി. അതൊന്നും എത്ര ആലോചിച്ചു നോക്കിയിട്ടും ഞങ്ങൾക്കാർക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഉപേക്ഷിച്ച് കളയാനല്ല കിരൺ ആ സീതാലക്ഷ്മിയെ മാലയിട്ട് സ്വീകരിച്ചത്. സാവിത്രി അവരുടെ മനസ്സിൽ തോന്നിയത് അവരോട് പറഞ്ഞു. അതെ, ആ കാര്യം ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. അവൻ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭാമയും അത് ഏറ്റുപിടിച്ചു. അവനെന്തോ തോന്നിവാസം ചെയ്തു, നിങ്ങളത് അംഗീകരിച്ചു കൊടുത്തു. നല്ല കഥ. അല്ലെങ്കിൽ തന്നെ സ്വന്തം കുടുംബത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ കാരണക്കാരി അവളെ വെറുക്കുന്നതിന് പകരം ആരെങ്കിലും മാലയിട്ട് സ്വീകരിക്കുമോ? എനിക്കിതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല.
രാജിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലേലും നിന്നോടിപ്പോൾ പറഞ്ഞത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവൻ വരുന്നത് വിളിച്ച് പറഞ്ഞതറിയിച്ചത് മുതൽ ഒരുക്കി വെച്ച കെണിയാണ്. അമ്മയെ പാട്ടിലാക്കി ആ മഹാറാണിയുണ്ടല്ലോ സീതാലക്ഷ്മി, അവളെ കൂടി തുരത്താൻ കരുതി വെച്ചതായിരുന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് തന്നെ പാരയായി മാറി. സാവിത്രി ഇച്ഛാഭംഗത്തോടെയാണ് പറഞ്ഞത്. ആര്യയുടെ മുഖം പാടെ പ്രതീക്ഷ പറ്റിയതുപോലെയായിരുന്നു. അന്ന് വെളുക്കും മുന്നേ കിരൺ യാത്ര പോലും പറയാതിറങ്ങിപ്പോയപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവനിനി ഈ വഴിക്ക് വരില്ലെന്നുള്ളത്. 2 മാസത്തോളം അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവളെ ഇവിടെ നിന്നിറക്കി വിടാൻ അമ്മ സമ്മതിച്ചതുമില്ല. ഭാമ രാജിയെ നോക്കി. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവൻ മനഃപൂർവ്വം മാറി നിന്നതാണെന്ന്. തിരികെ വന്നത് പേടിച്ചോടാനുമല്ല. കിരണിന് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അന്നവൻ അവൾക്ക് കൊടുത്തത് വെറുമൊരു മാലയല്ല, അവൻ്റെ ജീവിതം തന്നെയാണ്. ഉറപ്പോടെ സാവിത്രി പറയുമ്പോൾ രാജിയുടെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. വിചാരിച്ചു വെച്ചതൊന്നും നടക്കില്ലേ എന്നൊരു ടെൻഷൻ അവരുടെ സമനില തെറ്റിച്ചതുപോലെയായിരുന്നു. നീ എന്തിനാ ഹരി അവിടെ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്? ഞാനങ്ങ് വല്ലാതെയായി പോയി. സീത ഹരിയുടെ തോളിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനെന്താണ് ഇല്ലാത്തത് പറഞ്ഞത്? ഹരി അവളെ ചുഴിഞ്ഞു നോക്കി. അല്ല, ഞാൻ പറഞ്ഞതും ചെയ്തതും വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. നീ എന്ന് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോടി നിനക്ക്? ഞാൻ ചെല്ലുമ്പോൾ നിന്നെ നോക്കി ഇരിപ്പുണ്ട് നിന്റെ ചേച്ചി. ഒന്ന് വിളിച്ചു നോക്കാൻ നിനക്കൊരു ഫോണ് പോലുമില്ല. ഈ നേരത്ത് ആ കുഞ്ഞിനെ അവിടെയിട്ട് അവളെങ്ങനെ നിന്നെ തിരഞ്ഞു പോരും? അത് വല്ലതും നീ ഓർത്തോ? അജുവിനോട് പാർവതി ശ്രീനിലയത്തിൽ പോവാൻ പറഞ്ഞത് ഹരി മനഃപൂർവ്വം ഒഴിവാക്കി. ബാക്കിയാണ് സീതയോട് പറഞ്ഞത്. അക്കാര്യം അവളെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. ഞാനൊന്ന് പെട്ടുപോയതാ ഹരി. മുത്തശ്ശിക്ക് വയ്യ, അതൊരു കാരണം. പിന്നെ ഇറങ്ങാൻ നേരം അവിടുത്തെ കുറച്ച് ചൊറിയൻ ചേമ്പുകളുടെ ഇടയിൽ കുരുങ്ങി. എല്ലാം കൂടി ഈ നേരവുമായി. അത്ര തന്നെ. സീത ഹരിയെ നോക്കി പറഞ്ഞു. ഇനിയും ഈ അവസ്ഥ തന്നെ ആവർത്തിക്കേണ്ടി വരും. അന്നും എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് നിർത്താം നിനക്ക്. ഹരി ഗൗരവത്തിൽ തന്നെയാണ്. കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ വിളിച്ചു പറയാൻ ഒരു ഫോണുണ്ടോ നിനക്ക്? കയ്യിലുള്ളത് യാതൊരു ആവശ്യവുമില്ലാത്ത കുറെ ദുരഭിമാനം മാത്രം. ഹരി വിളിച്ചു പറയുന്നതൊക്കെ അവൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ആദിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് സീതയൊന്നും മിണ്ടാതെ അവനൊപ്പം നടന്നു. നീ ഇപ്പോൾ ഒരു ഫോണ് വാങ്ങാൻ പറ്റിയ സിറ്റുവേഷനിലല്ലെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് സീതെ ഞാൻ പുതിയ ഫോൺ വാങ്ങുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതെങ്കിലും നീ സ്വീകരിക്കണമെന്ന് ഞാനന്ന് പറഞ്ഞത്. കേട്ടോ നീ? എന്തൊക്കെ ന്യായങ്ങളായിരുന്നു നിനക്കന്ന്. പുതിയത് എന്തായാലും നീ വാങ്ങില്ലെന്ന് എനിക്കറിയാം. നീ അഭിമാനിയല്ലേ? ഹരിയുടെ പരിഭവം തീർന്നില്ല. സീതയ്ക്ക് അവൻ്റെ നേരെ നോക്കുമ്പോൾ ചിരിയാണ് വന്നത്. നിനക്കൊരു ഫോണിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ലല്ലോ അന്ന് നീ ഫോൺ വാങ്ങാൻ പോയത്. എനിക്ക് വേണ്ടിയിട്ടല്ലേ? മാത്രവുമല്ല അന്നെൻ്റെ ഫോണിന് ഇത്രയും പ്രശ്നങ്ങളുമില്ലായിരുന്നു, സീത പറഞ്ഞു. ഹരി നടത്തം നിർത്തി അവളെ തന്നെ നോക്കി നിന്നു. എന്തേ? അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് അവൾ ചോദിച്ചു. നിന്നെ എടുത്ത് ആ വയലിൽ എറിഞ്ഞാലോ എന്ന് ആലോചിച്ച് നിന്ന് പോയതാ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ നിന്റെ കൂട്ടുകാരിയല്ലേടാ? സീത അല്പം കുറുമ്പോടെ ചോദിച്ചു. ആണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു കൂട്ടുകാരി വന്നേക്കുന്നു. എടി, അങ്ങനെയാണ് നീ എന്നെ കണ്ടേക്കുന്നതെങ്കിൽ എല്ലാം അനുസരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും ഞാൻ പറയുന്നതൊന്ന് അനുസരിച്ചൂടെ നിനക്ക്? എന്നിട്ടവൾ പറയുക. ഹരി സീതയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. വാ നടക്ക്, നേരം നല്ലോണം വൈകിയിട്ടുണ്ട്. ഇനി ഈ മഴയത്ത് നനഞ്ഞ് പനി പിടിക്കണ്ട. സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് മഴയ്ക്കറിയില്ലല്ലോ. ഹരി ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഹരി, സീത പതിയെ പറഞ്ഞു. അറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അതിൽ നാണക്കേട് തോന്നിയിട്ട് കാര്യമില്ല. ഹരി അവളെ നോക്കി പറഞ്ഞു. ഇപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു. ആ ചെക്കൻ കൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് വരേണ്ടേ? ആരാണ് നിന്നെ തേടി വരാൻ? നിന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതുപോലും ആരെങ്കിലും അറിയോ? ഹരി ചോദിക്കുമ്പോൾ സീത മിണ്ടാതെ നടന്നു. കാര്യം നിനക്ക് ധൈര്യമുണ്ട്, അതിലെനിക്കും സംശയമില്ല. പക്ഷേ വിഡ്ഢിത്തം കാണിച്ച് ധൈര്യം തെളിയിക്കാൻ നോക്കരുത്. അത് അപകടത്തിൽ കൊണ്ടെത്തിക്കും. നിന്റെ അവസ്ഥ നിനക്ക് ശരിക്കറിയാലോ. അപ്പോൾ നിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ നീ തന്നെ ശ്രദ്ധിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സീതെ? ഹരി അവളെ നോക്കി. സീത പതിയെ തലയാട്ടി. അതേ നിമിഷം തന്നെ അവളുടെ മനസ്സിലേക്ക് കണ്ണൻ്റെ വാക്കുകളും കടന്നു വന്നു. ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷം നീയൊന്ന് പിന്നിലേക്ക് നോക്കണം സീതാലക്ഷ്മി. ഞാനുണ്ടല്ലോ അവിടെ. അറിയാതെ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു.
ശ്രീനിലയത്തിൽ ഇങ്ങനെയൊരു അവതാരം കൂടി ഉണ്ടായിരുന്നോടി? ഇതുവരെയും നീ പറഞ്ഞു കേട്ടില്ലല്ലോ. ഹരി ചോദിക്കുന്നത് കണ്ണനെക്കുറിച്ചാണ്. കണ്ണൻ ഇങ്ങോട്ട് വരാറില്ല ഹരി. മുത്തശ്ശിയുടെ മോള് ദേവയാനിയുടെ മോനാണ്. അവര് ബാംഗ്ലൂരാണ്. വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. അവിടെ ഡോക്ടറാണ് കണ്ണൻ. അതുവരെയും ഇല്ലാത്ത ആവേശത്തിൽ സീത പറയുന്നതിലേക്ക് ഹരിയുടെ മനസ്സാണ് തുറച്ചു നോക്കിയത്.